ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. മറ്റ് വീട്ടിലുള്ള സാധനങ്ങൾ ജ്യേഷ്ഠന് കൈമാറണം എന്ന് ഹൗസ് ഓണർക്ക് ഒരു കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 7 മണി വരെ ഇയാൾ ജീവിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം രാവിലെ 7 മണിക്കാണ് ജ്യേഷ്ഠനെ വിളിച്ച് വീട്ടിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ട ശേഷം ഇയാളും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായി. ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണി വരെയോളം ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടായിരുന്നു. 5 മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ. എല്ലാവരെയും തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് ദുരൂഹതകൾ, പുറത്തു നിന്നാരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങളും പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് കൊലപാതക കാരണം എന്നത് സംബന്ധിച്ചുള്ള യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഇയാളുടെ സുഹൃത്തുക്കളടക്കം പലരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് പൈസ കടം വാങ്ങാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുതന്നെയാണോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നത് ഇനിയും വ്യക്തമല്ല. പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് സംശയം, ഈ പെൺകുട്ടിയുമായി പ്രണയവിവാഹമായിരുന്നു. 28 വയസ്സായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. 42 വയസ്സിന് മുകളിൽ പ്രായം ജെയ്സണ് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അകന്നു തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട എല്ലാം പോലീസ് വിശദമായ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ്. എന്തായാലും 7 മാസം പ്രായമായ കുഞ്ഞ്, 2 വയസ്സ് ഉള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞ്, ഈ കുരുന്നുകളെ കൂടി തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ ഭാര്യയും കൊന്ന ശേഷമാണ് ഇങ്ങനൊരു സംഭവം, ആത്മഹത്യയിലേക്ക് അയാൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. എന്തായാലും വലിയ വേദനയിലാണ് നാട്ടുകാർ. ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ ഒരു വലിയ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ദാരുണമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് കോട്ടയം പാല പൂവരണി ഉണർന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്.